നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് UDF. നിലമ്പൂരിൽ UDF എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തനത്തിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അങ്ങനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയം നേടി. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുപോലെ ആകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. അൻവർ രാജിവെച്ചത് നിലമ്പൂരിൽ ഒരു പ്രാദേശിക വിഷയമായി മാറി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാദേശിക ഘടകങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, നിലമ്പൂർ UDFന്റെ കുത്തക മണ്ഡലമാണ്. 3 പതിറ്റാണ്ടിലേറെയായി ആര്യാടൻ മുഹമ്മദ് ഭരിച്ച മണ്ഡലം. മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അൻവർ നിലമ്പൂർ പിടിച്ചെടുത്തു. രണ്ട് പ്രാവശ്യം അൻവർ നിലമ്പൂർ പിടിച്ചെടുക്കുമ്പോൾ LDF വോട്ടുകൾക്ക് പുറമെ അദ്ദേഹത്തിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകളും തുണയായി. അൻവർ ആയതുകൊണ്ടാണ് നിലമ്പൂരിൽ LDFന് ചുവന്ന കൊടി ഉയർത്താൻ പറ്റിയത്. അല്ലെങ്കിൽ അത് UDF മണ്ഡലം തന്നെയാണ്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലമ്പൂരിൽ കാണിച്ച കോലാഹലമൊന്നും കാണിക്കാൻ പറ്റില്ല. ഓരോ സ്ഥാനാർത്ഥിക്കും അതത് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിലമ്പൂരിൽ എല്ലാ നേതാക്കൾക്കും എത്താൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പ്രിയങ്ക ഗാന്ധി വന്നതൊക്കെ നിലമ്പൂരിൽ കോൺഗ്രസിന് വലിയ മൈലേജായി മാറി. മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ കോൺഗ്രസിൻ്റെ വിജയം ഈസിയായി മാറുകയും ചെയ്തു. നിലമ്പൂരിൽ പൊതുവെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് മാത്രം. അതിലപ്പുറം ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ല നിലമ്പൂരിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം UDFനെ തകർത്ത് തരിപ്പണമാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ 10 സീറ്റുകളാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP കരുത്തു കാട്ടി. തൃശ്ശൂരിൽ അവർ വിജയിച്ചു സുരേഷ് ഗോപിയിലൂടെ. BJP പിടിക്കുന്ന വോട്ടുകൾ UDF വോട്ടുകൾ ആയിരിക്കും, പ്രത്യേകിച്ചും കോൺഗ്രസ് വോട്ടുകളായിരിക്കും എന്നത് വ്യക്തം. ഇടതുപക്ഷത്തെ വോട്ടുകൾ BJPയിലേക്ക് പോകില്ല. കോൺഗ്രസ് വോട്ടുകൾ BJP പിടിച്ചു കഴിഞ്ഞാൽ അത് 2026 കോൺഗ്രസിന് തിരിച്ചടിയാകും. LDF തുടർഭരണം നേടും. LDF ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ പുലർത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലും ക്രമീകരണത്തിലുമാണ് CPM. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിനില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം മാത്രമാണ് UDFന്റെ മുമ്പിലുള്ളത്. UDFനാകെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയാവുന്നത് മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ്. മലപ്പുറത്തൊക്കെയുള്ള മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ. അല്ലാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി പിന്നെ പറയാവുന്നത് എറണാകുളത്ത് ലഭിക്കുന്ന സീറ്റുകളാണ്. ബാക്കി എല്ലായിടത്തും കടുത്ത മത്സരം തന്നെ UDF നേരിടേണ്ടി വരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ കട്ടയ്ക്ക് നിന്നില്ലെങ്കിൽ UDFന്റെ കാര്യം പോക്കാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് അത് UDFനെ സംബന്ധിച്ചിടത്തോളം അപകടത്തിൻ്റെ സൂചനയാണ്. BJPയിലേക്ക് UDF വോട്ടുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. BJP മുന്നേറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കുറഞ്ഞത് ഒരു 2 സീറ്റെങ്കിലും അവർ നേടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്.
നേമത്ത് അവർ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി രാജീവ് ചന്ദ്രശേഖർ. വട്ടിയൂർക്കാവിലും അവർ 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 9,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ സാഹചര്യം മനസ്സിലാക്കാതെയാണ് UDF നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല. ഉപതെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് തമ്പടിച്ച് പ്രവർത്തിക്കാനാകും. തമ്പടിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നേതാക്കൾക്ക് എന്താ പറയുക, നന്നായി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയത്തിലേക്ക് നയിക്കാനാകും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എന്തായാലും പല വിധത്തിലുള്ള തന്ത്രങ്ങൾ BJP പയറ്റും എന്നുള്ളത് ഉറപ്പാണ്. 10 നിയമസഭാ സീറ്റുകൾ അവർ ലക്ഷ്യമിടുമ്പോൾ അവർ പിടിക്കുന്ന വോട്ടുകൾ ഭൂരിഭാഗവും UDFൻ്റെ വോട്ടുകളായിരിക്കും. കഴിഞ്ഞ തവണ തന്നെ വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും അവർ 2ാം സ്ഥാനത്തെത്തിയത് ശ്രദ്ധേയമാണ്. UDFന് ശക്തിയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. UDFന് വേണ്ടി K മുരളീധരൻ ജയിച്ച മണ്ഡലം. അതാണ് UDF കൊണ്ട് കളഞ്ഞ് കുളിച്ചിരിക്കുന്നത്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുന്ന വോട്ടുകൾ UDFന് നിർണായകമായി മാറും. അത് ഉറപ്പാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ UDF ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. CPM കേഡർ പാർട്ടിയാണ്. അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ സജീവമാണ്. കമ്മിറ്റികളിൽ ഓരോ ദിവസവും കമ്മിറ്റികൾ കൂടി, വൈകുന്നേരം കമ്മിറ്റികൾ കൂടി എത്ര വീടുകളിൽ കയറിയിറങ്ങി എത്ര വോട്ടുകൾ നമുക്ക് ഉറപ്പായി കിട്ടും എന്നൊക്കെ LDFന് കണക്ക് കൂട്ടാനാകും. UDF എന്നത് ഒരാൾക്കൂട്ടമാണ്. അതുകൊണ്ടാണ് K സുധാകരൻ UDFനെ സെമി കേഡർ പാർട്ടിയാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ UDFിൽ അത് നടന്നില്ല. UDFനെ അല്ല, കോൺഗ്രസിനെയാണ് സെമി കേഡർ പാർട്ടിയാക്കാൻ തീരുമാനിച്ചത്. അത് നടന്നില്ല എന്ന് മാത്രമല്ല, സുധാകരൻ തെറിക്കുകയും ചെയ്തു. ഇപ്പോൾ സണ്ണി ജോസഫാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. സണ്ണി ജോസഫിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ നേടാൻ സാധിക്കും എന്നൊരു വിശ്വാസമാണ് കോൺഗ്രസിന് ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ അത് ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തോട് കൂടിയായിരുന്നു. അതിലൊരു സംശയവും ഇല്ല. സുരേഷ് ഗോപി കോൺഗ്രസിൻ്റെ കോട്ടകൊത്തളങ്ങൾ തകർത്തെറിഞ്ഞപ്പോൾ K മുരളീധരന് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ട ഗതികേടുണ്ടായി തൃശ്ശൂർ പോലെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ. എന്തായാലും BJP പിടിക്കുന്ന വോട്ടുകൾ അനുസരിച്ചായിരിക്കും 2026 UDFൻ്റെ ഭാവി.